ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റു. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ്. കാരണം കുടു ഇന്നലെ നൈറ്റൊക്കെ നല്ല വഴക്കായിരുന്നു. അപ്പോൾ അത് കാരണം രാവിലെ ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ എണീറ്റു. ഞാൻ നേരെ പുറത്തേക്ക് വന്നപ്പോഴേക്കും സിറ്റ് ഔട്ടിൻ്റെ അവിടെ ഒരാൾ നിൽക്കുന്നതായിട്ടോ കണ്ടത്. കയ്യിൽ ഓറഞ്ചും ഉണ്ട്. അപ്പോഴാണ് പറഞ്ഞത് രാവിലെ ഓറഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ പല്ല് പോലും തേച്ചിട്ടില്ല, രാവിലെ ഓറഞ്ച് പൊളിക്കാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പല്ല് തേച്ചിട്ട് പൊളിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നേരെ എന്നോട് വഴക്കിട്ടാണ് നേരെ അവിടെ പോയി നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ഒരു ചായ കുടിച്ചു. അപ്പോൾ ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ അതും വേണ്ട, ഓറഞ്ച് മതി എന്നും പറഞ്ഞിട്ടാണ് തിരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഞാൻ നേരെ പല്ല് തേച്ച് ഫ്രഷായിട്ട് നേരെ കിച്ചണിലോട്ട് പോയി. അപ്പോൾ ഹരിയേട്ടനോട് ബീഫ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് തലേ ദിവസം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങൾ ആമിനെ മിമിക്രിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടില്ലേ പൂച്ചയുടെ സൗണ്ടൊക്കെ എടുക്കുന്നത്? ഇതൊന്നല്ല, ഇതിൽ കൂടുതൽ കഴിവുകളുണ്ട്. പോകെയുള്ള വീഡിയോസിലൊക്കെ ഞാൻ അത് കാണിക്കുന്നതായിരിക്കും. ആമിയുടെ കഴിവുകളൊന്നും നിങ്ങളാരും അനുകരിക്കാൻ നിൽക്കരുത്. അതുമല്ല, അതൊന്നും ഫേമസ് ആക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ പുട്ട് ഒക്കെ എല്ലാം സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഹരിയേട്ടൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പന്നിയിറച്ചിയാണ് കേട്ടോ. ഇന്നലെ തലേദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് ആകെ കുളമായി. കാരണം ഫസ്റ്റ് ടൈമാണ് ആൾ സെറ്റാക്കുന്നത്. അങ്ങനെ അത് കുളമായി പോയായിരുന്നു. പിന്നെ ഗോപികാക്ക വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്മയുടെ മോളാണ് കേട്ടോ. അപ്പോൾ രാവിലെ അക്കയും മോള് കുഞ്ഞിയും വന്നിട്ടുണ്ടായിരുന്നു. ആമിക്ക് ബർത്ത്ഡേക്കും അതിന് മുമ്പ് കിട്ടിയ ഡ്രസ്സൊക്കെ ഇപ്പോഴാട്ടോ ആൾക്ക് പാകാവുന്നത്. അതിലൊരു ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ട് നോക്കിയിട്ടുള്ളത്. ഇത് കാണിക്കാൻ വേണ്ടി പോവാണേ അടുക്കളയിലോട്ട്. അമ്മേ, വേറൊരാള് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അവളെ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുക്കട്ടെ ആമിയോ, കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ, എവിടെ ഇരിക്കുമോ എന്ന് ചോദിച്ചിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നൊക്കെ തന്നു കേട്ടോ. പക്ഷെ ആൾ പോസ് ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോയ്ക്കൊന്നും. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു ചിരിച്ചൊക്കെ കാണിച്ച് തന്നു. ഒത്തിരി ഉടുപ്പുണ്ട് കേട്ടോ ആൾക്ക്, പാകാവുന്നതുണ്ട് അല്ലാത്തതുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഒക്കെ 5 വയസ്സ് വരെ ഇടാനുള്ള ഡ്രസ്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ സമയം കൊണ്ട് ഹരിയേട്ട പോർക്കിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നൈറ്റ് വെച്ചപ്പോഴേക്കും സംഭവം പാളിപ്പോയായിരുന്നു. കാരണം നമുക്കറിയില്ലല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചിട്ടാണെങ്കിലും അങ്ങോട്ടൊക്കെ സെറ്റായില്ല. പക്ഷേ ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ അത് നോക്കുന്നതിനിടയ്ക്ക് ആളിതാ വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ഇത് അവൾക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതാണ് കേട്ടോ. ഉടുപ്പിട്ട് 5 മിനിറ്റ് നടന്നപ്പോഴേക്കും ആൾ ക്ഷീണിച്ചു. പിന്നെ ഇരിപ്പായി വെള്ളം കൂടിയായി ആകെ ബഹളം. എന്തായാലും സംഭവം നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പം അതിന് പോകണ്ടെന്ന് സുലാമ പറഞ്ഞതിനുള്ള കരച്ചിലാണ് ഇപ്പം കേൾക്കുന്നത്. അങ്ങനെ ആമിനെ റെഡിയാക്കി ഏട്ടെത്തി ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ താഴത്തേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. എന്നിട്ട് ആള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. തലേ വെക്കാനുള്ള ക്ലിപ്പാണ് കേട്ടോ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറുതില്ല. അങ്ങനെ അവർ പോകാറിറങ്ങിയപ്പോഴത്തേനും എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമെന്ന്. അങ്ങനെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലായിട്ട് അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞിട്ട് അമ്മ ജോലിക്കൊക്കെ പോകുമായിരുന്നു. അപ്പം ലീവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലീവ് കിട്ടി. അപ്പോൾ അമ്മ വന്നതാണ്. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു തുണി അലക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ വാ അമ്മയെ അലക്കാൻ വരാം. അമ്മയ്ക്ക് ആറ്റിൽ കഴുകുന്ന ഇഷ്ടമാണ്. അമ്മ ഇതുവരെ അങ്ങനെ കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആറ്റിൽ കഴുകാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്കിവിടെ ആറില് ഉപ്പ് വെള്ളമാണ്. അങ്ങനെ അമ്മേനെ കടവിൻ്റെ അവിടെ ആക്കിയിട്ട് ഞാനിപ്പോൾ പോകുന്ന കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഇന്നാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ഫുഡ് കഴിക്കുകയായിരുന്നു. ഗോപികാക്ക ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ചെന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോപികാക്ക എൻ്റെ കൂടെ പുറത്തേക്ക് വന്നു. പിന്നെ കുഞ്ഞമ്മയുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കുഞ്ഞമ്മ മാറിക്കളയുന്നതാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ കടവിൻ്റെ അവിടെ വെയിലായിരുന്നു കേട്ടോ. അത് കാരണം പിന്നെ അമ്മ അവിടെ നിന്ന് കുഞ്ഞമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് പിന്നെ ബാക്കി ഡ്രസ്സെല്ലാം അലക്കിയത്. ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നു. പക്ഷെ എന്നാലും പടിഞ്ഞാറുന്നുള്ള നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പും എരിവൊക്കെ കൂട്ടിയിട്ട് മാങ്ങ ചതച്ച് കഴിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ ആച്ചറമ്പിലിരുന്ന് മാങ്ങ പൊട്ടിച്ച് കഴിക്കാൻ അടിപൊളിയാണേ. അത് ഒത്തിരി പേരുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ വൈകിട്ടൊരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അതുമല്ല നമ്മുടെ ഇതിലേ കൂടിയും ബോട്ടുകൾ ചെറുവള്ളങ്ങൾ പോവാറുണ്ട്. അപ്പോൾ ഗസ്റ്റുമായിട്ട് ഇതാ ശിക്കാര വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അലക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. ആറ്റിൽ
കിണറ്റിൽ ഉപ്പുവെള്ളം ആയതുകൊണ്ട് തന്നെ കുടുവിൻ്റെ ഡ്രസ്സ് ഒന്നുകൂടി നല്ല വെള്ളത്തിൽ ഊരി വേണം വിരിച്ചിടാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴേക്കും കുടു പിന്നെയും 2-3 പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഡ്രസ്സ് കൂടി ഞാൻ അലക്കിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ വിരിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഞാൻ അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് മടക്കി വെക്കുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സുലാമ കുറച്ച് മാങ്ങ പറിക്കുകയായിരുന്നു. പാകമായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ തന്നെ 2-3 ടൈപ്പ് മാങ്ങയുണ്ട്, പക്ഷേ എല്ലാം മൂത്ത് പാകമായി വരണേ ഉള്ളൂ കേട്ടോ. പിന്നെ വലുത് നോക്കി കുറച്ച് പറിച്ചെടുത്തു. അങ്ങനെ അമ്മ ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അമ്മ കുടുവിനെ എടുത്ത് വെച്ചിട്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ പോണതിന്. എൻ്റെ ഡെലിവറി സമയത്ത് 2 മാസത്തോളം അമ്മ ലീവ് എടുത്ത് നിന്ന്, കാരണം അമ്മയ്ക്കിപ്പോൾ ലീവൊന്നും കിട്ടാറില്ല. അങ്ങനെ ഇന്ന് സൺഡേ ലീവ് കിട്ടിയതുകൊണ്ട് അമ്മ വേഗം ഓടി പോകുന്ന കേട്ടോ കുടുവിനെ കാണാനായിട്ട്. അങ്ങനെ കുറേ സമയം ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര സങ്കടത്തിലാണ് പോയത്. പോണ കേട്ടാ പോണ കേട്ടാ വന്നാ പന്നി വന്നാ പന്നി വന്നാ വന്നാ പന്നി പോകാൻ കേട്ടാ നമുക്ക് അങ്ങനെ അമ്മ പോവാണ് കേട്ടോ. 5:30 ബോട്ടിനാണ് പോകുന്നത്. അപ്പോൾ നേരെ ബോട്ട് ഗേറ്റിലോട്ട് നടക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.